പാലക്കാട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായ ഐസക് വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഷോ മണ്ണാർക്കാട് നഗരത്തിലാണ് നടക്കുന്നത്. സിനിമാ താരം റിയാസ് ഖാൻ ഉൾപ്പെടെ ഈ റോഡ് ഷോയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ആവേശകരമായിട്ട് റോഡ് ഷോ ഇങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായിരിക്കുകയാണ് ഐസക് വർഗീസിന് NDAക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണോ പങ്കെടുക്കുന്നത്? ആണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് പങ്കെടുക്കുന്നത്. അതിനാണ് ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ ഓടി എത്തിയത്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്രമാത്രം ആവേശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? 100% ആവേശമാണ് പോണത്. എല്ലാവരും ഒറ്റക്കെട്ടിൽ നിൽക്കുകയാണ്. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? തെങ്ങൻ ചിഹ്നമാണ്, ആ തെങ്ങൻ ചിഹ്നം വോട്ട് ചെയ്യുക, ഒരു മാറ്റം ഉണ്ടാവട്ടെ. NDAയിലൂടെ മണ്ണാർക്കാട് വലിയൊരു മാറ്റം ഉണ്ടാവും, മുന്നേറ്റം ഉണ്ടാവും തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും, അതിനുവേണ്ടിയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. എങ്ങനെയാണ് സിനിമാ താരം റിയാസ് ഖാൻ അദ്ദേഹം തന്നെ എത്തിയിരിക്കുകയാണ് പ്രചാരണത്തിന്. മാത്രം ആവേശകരമായിട്ടാണ് പ്രചാരണം. ആവേശത്തിലാണ് പോണത്. നമ്മൾ ജയിക്കാനുള്ള മത്സരമല്ലേ, 100% ആവേശത്തിലാണ് പോകുന്നത്. മറ്റു മുന്നണികൾക്ക് മുൻപന്തിയിൽ തന്നെയാണ്, മറ്റു മുന്നണികളെക്കാളും മുൻപന്തിയിൽ തന്നെ. നമ്മുടെ പിന്നില് അവര് നമ്മുടെ ഒപ്പെത്തിയിട്ടില്ല, അവരിവിടെ ഒപ്പെത്തിയിട്ടില്ലല്ലോ. മണ്ഡലത്തിൽ പ്രധാന പ്രചാരണ വിഷയം എന്താണ് ചോദിക്കുക? മണ്ണാർക്കാട് മണ്ഡലത്തില് കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ MLA ആണുള്ളത്. ആ MLAക്ക് ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള വികസനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ നല്ല റോഡുകളില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പരിഹാരം കാണാൻ ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ആ വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് BJP പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണമാണ്. വലിയ ശബ്ദം, വാദ്യമേളങ്ങളുടെയൊക്കെ ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ റിയാസ് ഖാനും ഒക്കെ പറയുന്നത് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയേറെ വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ മണ്ണാർക്കാട് നഗരത്തിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, BDJസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണാർക്കാട്ടിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPMന്റെ സഹയാത്രികനായിരുന്നു. പിന്നീട് അദ്ദേഹം CPMൽ നിന്നും BDJസിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്, NDAയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും തെങ്ങിൻ തോപ്പ് എന്നുള്ളതാണ് ഐസക് വർഗീസിന്റെ ചിഹ്നം. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാലങ്ങളായി ഭരിക്കുന്ന മുസ്ലിം ലീഗിന് യാതൊരു തരത്തിലുള്ള വികസനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുൾപ്പെടെയാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സിനിമാ താരം റിയാസ് ഖാൻ ഉൾപ്പെടെ എത്തി ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് മണ്ണാർക്കാട് നഗരത്തിൽ നടക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.